Hello guys, welcome back to my YouTube channel and welcome back to another weekly vlog. അതും ആഫ്റ്റർ 12 ഡേയ്സ് ഗ്യാപ്പ് കേട്ടോ. ഐ എം ദി സോറി. നമ്മൾ ഇപ്രാവശ്യം വീക്ക്ലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചേബിയുടെ സ്കൂളിൽ കൊച്ചേബി വളരെ മനോഹരമായി തിരിഞ്ഞു നിന്ന് ഡാൻസ് കളിച്ച് ആ ഒരു ആനുവൽ ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ എനിക്ക് കൊച്ചേബി തിരിഞ്ഞ് നിൽക്കുന്ന കുറേ ഫോട്ടോസ് എനിക്ക് കിട്ടിയായിരുന്നു. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. ജസ്റ്റ് ഒരു മെമ്മറിക്ക് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുൾ സൈഡ് പ്രൊഫൈലാണ് കിട്ടിയത്, ആൾ തിരിഞ്ഞ് നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഓർമ്മയ്ക്ക് ഒരു ക്യൂട്ട് മൊമെൻ്റ് അല്ലേ, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ മോളെ സ്കൂളിൽ പോയിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോയി വന്നാലും കൊച്ചേബി ഏറ്റവും എക്സൈറ്റഡ് നന്ദുവിനെ ഗ്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നന്ദു ഓടിച്ചാടി വരും കേട്ടോ കൊച്ചേബിയെ ഹായ് പറയാനായിട്ട്. അങ്ങനെ കൊച്ചേബി സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എനിക്ക് അശോക് ഒരു ടീഷർട്ട് ഗിഫ്റ്റ് ചെയ്തു. അശോക് ഒരു ടീഷർട്ട് ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് സെയിം വേണം, 5XL തന്നെ വേണം, ഞാൻ നിർബന്ധം പിടിച്ച് അവൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊരു ക്യൂട്ട് ഡേ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തെന്നേ ഉള്ളൂ. ഭയങ്കര സംഭവബഹുലമായിട്ടൊന്നും നടന്നിട്ടില്ല. പിന്നെ ആകെ എടുത്തു പറയാനുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാർവതി ആർ കൃഷ്ണയുടെയും മാഗ്മ ശരണിൻ്റെയും ഒരുമിച്ചുള്ള ഒരു പുതിയ സംരംഭമുണ്ട്. നമ്മുടെ ശാസ്ത്രമംഗലത്ത് പാർഷ എന്ന് പറഞ്ഞിട്ട് ഒരു വെസ്റ്റേൺ വെയറിൻ്റെ ഒരു ഷോപ്പ്, അതിൻ്റെ ഒരു ലോഗോ ലോഞ്ച് നടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ വഴുതക്കാട് ലാൻഡൺ ഗ്രോസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ ഞാനും കൊച്ചേബിയും അർജുൻ ചേട്ടനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കൊച്ചേബിയെ മെയിനായിട്ട് കൊണ്ടുപോകാൻ കാരണമേ അവിടെ അച്ചുക്കുട്ടൻ ഉണ്ടെന്നുള്ളതാണ്. കൊച്ചേബിക്ക് അച്ചുക്കുട്ടൻ്റെ കൂടെ ഉള്ളൊരു പ്ലേ ടൈം ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ പാഷയുടെ ലോഗോ ലോഞ്ചിൻ്റെ പേര് പറഞ്ഞ് അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആയത് അച്ചുക്കുട്ടനും കൊച്ചേബിയും തന്നെയാണ്. സോ അവിടെ ഒരു ഡേ അങ്ങ് വൈൻഡപ്പ് ആവുകയാണ്. ഇനി പറയാനുള്ളൊരു വിശേഷം, ഞാനും അനുവും കൂടെ ചെറുവക്കോണം ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയിടാനായിട്ട് പോയിട്ട് താര ചേച്ചിയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. അവിടുത്തെ വിളക്ക് കൊളുത്തുന്നത് ഇപ്രാവശ്യം എന്നെയാണ് ഇൻവൈറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എവിടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ. പണ്ട് എൻ്റെ അമ്മയെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. ഇന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അനു വരുന്നു. അതൊക്കെ ഒരു ഭയങ്കര സ്വീറ്റ് ഫീലിംഗ് കേട്ടോ. എനിവേ താങ്ക്സ് ടു താര ചേച്ചി ആൻഡ് ദ ടെമ്പിൾ അതോറിറ്റീസ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഈ അമ്പലവും ഈ പരിസരമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് സൈഡാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പൊങ്കാലയൊക്കെ ഇട്ട് ഒത്തിരി നല്ല ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്തു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പൊങ്കാല ഇടാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ. കാരണം എനിക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു പൊങ്കാല ഇട്ടപ്പോൾ എനിക്ക് ആക്ച്വലി വളരെ മനസ്സിനൊരു സമാധാനം തോന്നി. അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ഒരു പൊങ്കാല ഇങ്ങനെ ദേവിക്ക് ഇടാൻ പറ്റിയല്ലോ എന്നുള്ളത് കേട്ടോ. ഇത് വേറൊരു ഡേ ആണ്.
വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് എനിക്ക് കിയ ഓട്ടോമോട്ടീവ്സിൻ്റെ അവർ ഒരു ഗിഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പ്ലാന്റ് ഗിഫ്റ്റ് ചെയ്തു, കുറച്ച് റോസ് തന്നായിരുന്നു, കുറേ ചോക്ലേറ്റ്സ് ഒക്കെ തന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിമൻസ് ഡേയുടെ സ്റ്റാർട്ട് വളരെ സ്പെഷ്യലാക്കി തന്നു. ആൻഡ് വിമൻസ് ഡേയുടെ അന്ന് മറ്റൊരു അത്ഭുതം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചേബി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഡാൻസ് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ വളരെ അന്തം വിട്ടു പോയി കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കേട്ടപാടി കേൾക്കാത്ത പാതി ഞാൻ അപ്പം തന്നെ പിടിച്ചിരുത്തി 2 ഡാൻസ് അങ്ങോട്ട് പഠിപ്പിച്ചു കേട്ടോ. 2 ഡാൻസ് ഒന്നല്ല, ചുമ്മാ ഒരു ഡാൻസിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ അങ്ങ് പഠിപ്പിച്ചു. അപ്പോഴത്തേക്ക് ആളുടെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. വളരെ കുറച്ച് സമയം നിന്ന് കിട്ടത്തുള്ളൂ. ആ വളരെ കുറച്ച് സമയം ഞാൻ മാക്സിമം അങ്ങ് അർമാദിക്കും കേട്ടോ. എന്തായാലും എന്നായിരിക്കും എന്തോ കൊച്ചുബി നന്നായിട്ടൊക്കെ ഒന്ന് ഡാൻസ് കളിക്കുന്നത്. ഇത് അന്ന് ഈവനിങ് ആണ് കേട്ടോ. അർജുൻ ചേട്ടനും അരുളും നമ്മുടെ റാഡോയും കൂടെ എറണാകുളത്തിലോട്ട് പോവാണ്. റാഡോയ്ക്ക് ഒരു ചെറിയൊരു ഒരു പ്രൊസീജിയറുണ്ട്, അതിന് വേണ്ടിയിട്ട് കൊച്ചിയിലോട്ട് പോവാണ്. മനസ്സോടെ ഞാൻ ചെറുക്കനെ പറഞ്ഞു വിടുവാണ് കേട്ടോ, 2 ചെറുക്കന്മാരെ. ഓക്കെ, ഇത് നെക്സ്റ്റ് ഡേ ആണ്. അവർ ആക്ച്വലി ഒരു 1 ഡേ ട്രിപ്പിനാണ് കൊച്ചിയിൽ പോയത്. അപ്പോൾ തന്നെ തിരിച്ച് വന്നു, പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ്. ഇത് നെക്സ്റ്റ് ഡേ അരുളും അയനയും ഒരു പപ്പിയെ എടുക്കുവാണ് കേട്ടോ അവരുടെ വീട്ടിലത്തേക്ക് വേണ്ടി. ഇത് നമ്മുടെ ഡോക്ടർ അരവിന്ദ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലൂടെ വളരെ പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെ വളരെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട്, അർജുൻ ചേട്ടൻ്റെ ബ്രദർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഡോക്ടർ വിഷ്ണു, ആയുർവേദിക് ഡോക്ടറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഫീമെയിൽ ജർമ്മൻ ഷെപ്പർഡ് ഡോഗ് ഇപ്പോൾ ലിറ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പപ്പിയാണ് അരുളും അതിനെ എടുക്കുന്നത്. എന്താ അല്ലേ, ജർമ്മൻ ഷെപ്പർഡ് വേണം എന്ന് ആഗ്രഹിച്ചത് ഞാൻ. എൻ്റെ മുന്നിൽ കൂടെ ഇപ്പോൾ 2ാമത്തെ ആളാണ് ജർമ്മൻ ഷെപ്പർഡ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് അർജുൻ ചേട്ടൻ മുൻനിർത്തി കൊണ്ട്. അപ്പോൾ എന്തായാലും ജർമ്മൻ ഷെപ്പേർഡ് പപ്പി ആരെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ അരവിന്ദ് കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ ഇനി 2 മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയും ആണ് ബാലൻസ് ഉള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി പപ്പീസ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അങ്ങനെ എനിക്ക് എന്തായാലും ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. നമ്മൾ രാവിലെ ഞാനൊരു 4 മണിക്കൊക്കെ തന്നെ റെഡിയായി. അർജുൻ ചേട്ടൻ ഒരു 4:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. ആക്ച്വലി അർജുൻ ചേട്ടൻ ഉറങ്ങിയതേ ഇല്ലായിരുന്നു കേട്ടോ. 3:45 ആയപ്പോൾ കിടന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും 4:30 എഴുന്നേൽക്കുകയും ചെയ്തു. കൊച്ചേവിക്ക് ശകലം പിണക്കമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഇത്രയും നേരത്തെ വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ചതിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി നേരെ കാറിൽ കയറി. കുഞ്ഞാവ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഭയങ്കര തിരക്കാണ്. ഇവിടെ നിന്ന് അത്രയും ദൂരം നടക്കുന്നത് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് കുഞ്ഞാവ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞു. രാവിലെ ഒരു 5-5:30 ആണെന്നൊക്കെ കണ്ടാൽ തോന്നുകയില്ല കേട്ടോ. അത്രയ്ക്കും ക്രൗഡഡായി, ഫുള്ളി ലിറ്റാണ്. എന്തുമാത്രം ജനങ്ങളാണ്. അയ്യോ, നമുക്ക് അശോകിൻ്റെ വീട്ടിലാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടുന്നത്. അശോകിൻ്റെ വീട് ആറ്റുകാൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ്, വളരെ അടുത്താണ് ദേവിയുടെ അമ്പലത്തിൻ്റെ. അപ്പോൾ അവിടോട്ട് എന്തായാലും വണ്ടി വിടത്തില്ല. അപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു കുറച്ചധികം നമ്മൾ നടന്നു കേട്ടോ. എന്നിരുന്നാലും ഒരു പരിധിവരെ കാറിൽ നമുക്ക് എത്താൻ പറ്റി. ഒരു കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതി. എന്നാൽ അതും അർജുൻ ചേട്ടൻ മോളൊക്കെ എടുത്തുകൊണ്ട് നടന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ എത്താൻ പറ്റി. എനിക്ക് സ്പൈനിൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് വെയിറ്റ് എടുത്ത് ഇത്രയും ദൂരം നടക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അശോക് ഞങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഒരു റൂം തന്നെ ഫുൾ സെറ്റ് ചെയ്ത് തന്നിരുന്നു. ഞങ്ങൾ കുടുംബത്തോടെ അവൻ്റെ റൂമിലോട്ട് ചേക്കേറി കേട്ടോ. ഇതാണ് എൻ്റെ വല്യമ്മയും വല്യച്ഛനും, ആനന്ദി പെരിയമ്മ, മൂർത്തി പെരിയപ്പ. ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ പറയും എന്നെ കാണാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയെ പോലെയാണെന്ന്. നിങ്ങൾ പറയണേ അങ്ങനെ ആണോ എന്നുള്ളത്. ഇതേ കുട്ടി അശോകനെ നോക്കി, അയ്യോ കാണാൻ പാവം പോലെ ഇരിക്കുമെന്ന്. കൊച്ചിൽ അവൻ ടെററായിരുന്നു കേട്ടോ. ഒരു 7:45-8 മണി വരെയൊക്കെ പിടിച്ചു നിന്നു. അതിനുശേഷം വീണ്ടും കൊച്ചേബി ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സമയത്ത് അർജുൻ ചേട്ടനെ വിളിച്ചില്ല. കാരണം കൊച്ചേബിയുടെ അടുത്ത് ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അർജുൻ ചേട്ടനും കൊച്ചേബിയും കൂടെ റൂമിൽ നിന്നു. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് വന്നിട്ട് പൊങ്കാല ഇട്ടു. സൂപ്പറായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യം പോലെ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്തവണത്തെ പൊങ്കാല. പിന്നെ ഇത്തവണത്തെ പൊങ്കാലയുടെ പ്രത്യേകത, ഞങ്ങളുടെ കൂടെ 2 പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത്തവണ, വിദ്യയും നാദുവും. അതും ഒരു വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഞങ്ങൾ എല്ലാവരും നല്ല ക്ഷീണിച്ചു. പുകയൊക്കെ ഇത്രയും വെയിലും പുകയും ചൂടും ഒക്കെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അർജുൻ ചേട്ടൻ, അശോക് എല്ലാവരും കൂടെ പുറത്ത് വിളമ്പാനൊക്കെ പോയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി ടയേർഡായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആ ഭാഗമൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഈ പൊങ്കാല സമയത്ത് സംഭാരം കൊടുക്കുന്നത്, ഫുഡ് വിളമ്പുന്നത്, അതുപോലെ അവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ ചുടുകട്ടൊക്കെ പറക്കി വെക്കുന്നത്, ഇതൊക്കെ അർജുൻ ചേട്ടൻ, അശോകും അശ്വിനും, അശോകിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അശ്വിൻ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു തിരക്ക് മാറുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. അശോകിൻ്റെ റൂമിൽ തന്നെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തു. രാത്രി ആയപ്പോഴേക്കാണ് നമ്മൾ തിരിച്ച് വീടെത്തിയത്.
ഇത് വേറൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടിയൻ നോമ്പ് അതിൻ്റെ ഒരു ദിവസമാണ്. അപ്പം മുമ്പ് അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പം വളരെ കറക്റ്റായിട്ട് പ്രീവിയസ് ഡേ ഒക്കെ തന്നെ എന്നെ വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറേ കൂടി വെൽ പ്ലാൻഡ് ഒക്കെ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അശോകാണ് എന്നെ വിളിച്ച് പറയുന്നത്. അതും ഏകദേശം അത് ചരട് കെട്ടുന്ന സമയത്തൊക്കെയാണ് എന്നെ വിളിച്ച് പറയുന്നത്. അത്രയെങ്കിലും പറഞ്ഞത് കൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് മിസ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റി. അതേപോലെ അവൻ ജീനി വഴി എനിക്ക് ഈ നോമ്പിന് ആവശ്യമുള്ള സാധനങ്ങളും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ കൂടി എളുപ്പമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കരടിയൻ നോമ്പിൻ്റെ ദിവസം രാവിലെ തൊട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. വൈഫ്സ് ഒക്കെ ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ നോമ്പട കഴിച്ചിട്ടാണ് അത് ആ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല, കാരണം അറിഞ്ഞില്ല. അപ്പം എന്തായാലും നോമ്പ് ചരടൊക്കെ കെട്ടി നോമ്പടയൊക്കെ കഴിച്ചു, പ്രാർത്ഥിച്ചു. ഇത് കല്യാണം കഴിഞ്ഞവർ ചെയ്യും, കല്യാണം കഴിക്കാത്തവർ ഭാവിയിലെ വരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യും. അതുകൊണ്ടാണ് കൊച്ചു ബേബി അനുവൊക്കെ ഇത് കെട്ടിയിരിക്കുന്നത് കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചടങ്ങാണിത്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമുക്ക് വീക്കെൻഡായി. സാറ്റർഡേ സൺഡേസ് ഫുൾ ക്ലാസ്സിൻ്റെ ദിവസമാണ്. അപ്പോൾ അർജുൻ ചേട്ടൻ നമ്മുടെ നന്ദുവിന് കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാൻസേഴ്സിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഫുള്ള് തൂത്തിടാനുണ്ട്. ഈ വൈക്കോല് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറന്ന് എല്ലായിടവും വൈക്കോലാണ് കേട്ടോ. അത് തൂത്തെടുക്കാനും ഭയങ്കര പാടാണ്. കാറ്റത്ത് ഇങ്ങനെ പറന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആക്ച്വലി അതൊരു മെനക്കെട്ട പരിപാടിയാണ്, ഈ മുറ്റം അടിക്കുക എന്നുള്ളത്. പിന്നെ ഞാനും ആശമ്മയും കൂടെ ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷനായിട്ട് അങ്ങ് തൂത്ത് കൊണ്ടുപോകും. രണ്ടുപേരുള്ളത് കൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഞങ്ങൾ മുറ്റമൊക്കെ ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം ആശമ്മ നേരെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഹോള് ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ തൂത്ത് തുടയ്ക്കാനായിട്ട് പോയി. ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് കഴുകി ഇറക്കാൻ വിചാരിച്ചു. ഇതിന് മുന്നുള്ള എൻ്റെ വ്ളോഗ്സിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂഷ്വലി വീട് നമ്മൾ ഈ റെഗുലർലി ചെയ്യുന്ന പോലെ തൂത്ത് തുടയ്ക്കുകയല്ല ചെയ്യുന്നത്, കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഡോഗ്സ് ഉള്ളത് കൊണ്ടും അവരുടെ ഹെയർ കുറച്ചും കൂടെ ഫൈനല്ലേ. അപ്പോൾ തൂക്കും തോറും അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാക്വം ചെയ്യണം. പിന്നെ വാക്വം ക്ലീനറിൻ്റെ എനിക്കത് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ വീടിങ്ങനെ ഫുൾ സോപ്പ് ഇട്ട് കഴുകി ഇറക്കുന്നതിലാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം. വളരെ നീറ്റാവും, എല്ലാ സ്റ്റെയിൻസ് ഒക്കെ പോവും. കുറച്ചും കൂടെ ഒരു ക്ലീൻ ഫീൽ എനിക്ക് കിട്ടുന്നത് കഴുകി ഇറക്കുമ്പോഴാണ്. പിന്നെ വീക്ക്ലി വൺസ് ഈ മാറാമ്പലൊക്കെ അടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ആശമ്മ ഡാൻസ് ക്ലാസ്സിൻ്റെ ഹോള് ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ വീട്ടിൻ്റെ അകമൊക്കെ കഴുകി ഇറക്കി. പിന്നെ റെഡിയായി നേരെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയി. ഞാൻ എല്ലാ പ്രാവശ്യം എൻ്റെ വീക്ക്ലി വ്ളോഗിൽ ഡാൻസ് ക്ലാസ്സിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇത്തവണയും ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതാണ്. നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ബാച്ചുകാർ ഇപ്പോൾ ജതിസ്വരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സീനിയേഴ്സ് ബാച്ച് ആരഭി രാഗത്തിലുള്ള ജതിസ്വരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ ജൂനിയേഴ്സ് കാനഡ രാഗത്തിലുള്ള ജതിസ്വരമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ സിമ്പിളാണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജതിസ്വരമാണ്. ഇതുവരെ സാറ്റർഡേത്തെ വിഷ്വലാണ്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സൺഡേത്തെ വിഷ്വലാണ് കേട്ടോ. സൺഡേയുടെ പ്രത്യേകത ഇത് തന്നെയാണ്. കൊച്ചു ബേബി ആരും പറയാതെ നേരെ കയറി ചെന്ന് ഡാൻസ് കളിക്കുവാണ് കുട്ടികളുടെ കൂടെ. നാദു ഡാൻസ് കളിക്കുന്ന കണ്ടുകൊണ്ടാണ് ഈ കളിക്കുന്നത് കേട്ടോ. ഞാൻ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മ എനിക്ക് ജീനി വഴി ഒരു പാഴ്സൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും കൊച്ചുബേബിക്കും വേണ്ടിയിട്ട് 2 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചുബേബിക്ക് അത് കൊടുത്തു. കൊച്ചുബേബിക്ക് ആസ് യൂഷ്വൽ ഗിഫ്റ്റ്സും സർപ്രൈസസും വളരെയധികം ഇഷ്ടമാണ്. നല്ല ഒരു ബേബി ബ്ലൂ കളർ ഫ്രോക്കാണ് എനിക്ക് അയച്ചു തന്നത്. ഇന്നാണ് ആക്ച്വലി പാർവതി ആർ കൃഷ്ണയുടെയും നമ്മുടെ മാഗ്മ ശരൻ്റെയും ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ കേട്ടോ. ധ്യാൻ ശ്രീനിവാസനാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ പ്ലാൻ 3 പേരായിട്ട് പോകാമെന്നുള്ളായിരുന്നു. പക്ഷെ ഭയങ്കര മഴയായപ്പോൾ ഞങ്ങൾ പ്ലാൻ ക്യാൻസൽ ചെയ്തു. കൊച്ചുബേബിയെ വീട്ടിലാക്കിയിട്ട് ഞാനും അർജുൻ ചേട്ടനും കൂടെ പോയി. ഈ ഒരു ടോപ്പ് അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവിടെ ടൂ മച്ച് മീഡിയക്കാരായതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. അനുചേച്ചിയുടെ ബേബി, അത് അനുചേച്ചിയുടെ ബേബിയാണോ? ശരി, ഓക്കെ. അനുചേച്ചിക്ക് കൊണ്ട് കൊടുത്തു. ആ അനുചേച്ചിക്ക് ഇത്രയും കൊച്ചൊരു ബേബി. ശരിക്കും അനുചേച്ചിക്കല്ലേ വലിയ ബേബിയെ കൊടുക്കേണ്ടത്. കൊച്ചേബിക്ക് വലിയ ബേബി ഉണ്ട്. ആര് വെച്ചു പാവം? ബേബിക്ക് ചീ കൊടുക്കും. ചീപ്പല്ലേ ചേച്ചിക്ക്? ചീപ്പ് കണ്ട കണ്ട. അതെന്ത് ഗ്രാമം? ചേച്ചിയല്ലേ പറയുന്നത് താങ്ക് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു മമ്മ. കൊച്ചി താങ്ക് യു മമ്മ. താങ്ക് യു മമ്മ.
എനിക്ക് ഗ്രീൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ചേച്ചി. ബേബിക്ക് പാപ്പ് കൊടുക്കണ്ട വെച്ച്, ബേബിക്ക് പാപ്പ് കൊടുക്കും. കുട്ടിശങ്കർ വേണം. ചേച്ചിയെ നല്ലൊരു ഡോളിനെ പിടിച്ച് കുട്ടിശങ്കരിയാക്കി വെച്ചേക്കും. മക്കളെന്തോന്നിയാണ് ബാങ്ക്സ് വെട്ടിയിടുന്ന ബേബിക്ക്? ബാങ്ക്സ്. എന്തായാലും പാഷയുടെ ഇനോഗ്രേഷന് കൊച്ചേപ്പിയെ കൊണ്ടുപോകാത്തതിൻ്റെ പരാതി തീർത്തു കൊടുത്തത് അനുവാണ് കേട്ടോ. കൂടെ നിന്ന് ഓരോ ഗെയിംസൊക്കെ കളിപ്പിച്ച് ആളുടെ മൂഡ് ഓഫ് ഒക്കെ മാറ്റി. അങ്ങനെ ആ ഡേ അവിടെ തീർന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്, ചുമ്മാ ഒരു കാഷ്വൽ ഡേ കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഡോഗ്സിൻ്റെ കുളി ദിവസമാണെന്ന്. അപ്പം ഞാൻ എൻസോയിൽ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ളതുപോലെ, ഇപ്പം എനിക്കാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കുളിപ്പിക്കും, അർജുൻ ചേട്ടനാണെങ്കിൽ അങ്ങനെ, ഞങ്ങൾ വി ടേക്ക് ടേൺസ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇതിന് എൻസോയിൽ സ്റ്റാർട്ട് ചെയ്തു. എൻസോ കുളിപ്പിക്കാനൊന്നും ആക്ച്വലി ഒരു പാടില്ല കേട്ടോ. അർജുൻ ചേട്ടൻ അത്രയും ഇതായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എളുപ്പമാണ്. അവൻ മര്യാദയ്ക്ക് നിന്ന് തന്നോളും. പിന്നെ അവന് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളധികം സ്ട്രെയിൻ എടുത്ത് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലൈക്കയാണ് കുറച്ചും കൂടി, അവൾക്ക് കിടന്ന് കുളിക്കാനാണ് അവൾക്ക് താല്പര്യം. അതുകൊണ്ട് അവളെ കുളിപ്പിക്കാൻ ശകലം ബുദ്ധിമുട്ടാണ്. എങ്കിലും പാവം പോലെ നിന്നൊക്കെ തരും കേട്ടോ. അപ്പോൾ എൻ്റെ 2 പട്ടി ആയപ്പോഴത്തേക്കും തന്നെ എൻ്റെ ആരോഗ്യം ശകലം കുറഞ്ഞു തുടങ്ങി വന്നിരുന്നു. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ചിച്ചു ഇല്ലേ നാടൻ, അവൾക്ക് വെള്ളം എന്ന് ഒരു പേപ്പറിൽ എഴുതി കാണിച്ചാൽ പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട് വരത്തില്ല. അത്രയ്ക്കും അവൾക്ക് ഇറിറ്റേഷനാണ്. പക്ഷെ എന്നിരുന്നാലും അവളെ ഞാൻ ചതിച്ച് വിളിച്ച് കുളിപ്പിച്ചു കേട്ടോ. അവളെ കൂടെ കുളിപ്പിച്ചപ്പോഴത്തേക്കും എൻ്റെ ആരോഗ്യം അങ്ങ് 0 ആയി. പിന്നെ ആശമ്മയാണ് കൊച്ചുബേബിയെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയത്. ഞാൻ ഈ കുളിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും വൈകി പോകുന്നുള്ളതുകൊണ്ട് മോളെ പിക്കാനായിട്ട് ആശമ്മ പോയി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചാർലിയും കൂടെ കുളിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം എന്തോ ഒരു ബാഡ് പ്ലാനിങ് ആയിപ്പോയി. അപ്പോഴത്തേക്കും മോള് വന്നപ്പോഴത്തേക്കും മോളെ കുളിപ്പിക്കണം, മോൾക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ആൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു ഉറക്കമുണ്ട്. പിന്നെ ആ ഉറങ്ങുന്ന സമയമാണ് പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ചിച്ചുനെ കുളിപ്പിക്കുന്നതോടെ ഞാനൊരു ബ്രേക്ക് എടുത്തു. പിന്നെ നേരെ കൊച്ചുബേബിയുടെ അടുത്തോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ അർജുൻ ചേട്ടനാണ് ടേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ അർജുൻ ചേട്ടൻ നന്ദുവിന് ആക്ച്വലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കാറുണ്ട്. വെയിലനുസരിച്ചിരിക്കും. ഭയങ്കര ചൂടും ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ അവനെ ഡെയിലി നനച്ച് വിടും. പക്ഷേ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കുന്നത് അവൻ എത്രത്തോളം അഴുക്കാവുന്നു അതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പട്ടിയെ കുളിപ്പിക്കുമ്പോഴൊക്കെ കൊടും വെയിലായിരിക്കും കേട്ടോ. അതായത് വെയിലത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ കത്തിപ്പോകുന്ന രീതിയിലുള്ള വെയിലും ചൂടുമായിരിക്കും. പക്ഷേ ഈ പ്രകൃതി എങ്ങനെ അറിയുന്നു എന്ന് എനിക്കറിയില്ല. എല്ലാ പട്ടിയും കുളിപ്പിച്ച് നമ്മൾ തണുപ്പിച്ച് നമ്മളും തണുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ടക്കെന്ന് കാർമേഘം വരും, അങ്ങോട്ടൊരു മഴയും തുടങ്ങും. ഇതെല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. നമ്മൾ അയ്യോ പാവമല്ലേ ഇത്രയും ചൂടത്ത് ഇങ്ങനെ ഇവരെ എങ്ങനെ നിൽക്കണം, നനച്ച് വിടാന്ന് വിചാരിക്കും. നനച്ച് കഴിയണത് അങ്ങോട്ട് മഴയും തുടങ്ങും. പിന്നെ അവർ ഉണങ്ങത്തുമില്ല. പിന്നെ നമ്മൾ ഹീറ്റർ എടുത്ത് വെച്ച് ഉണക്കി മെനക്കെട്ട ഒരു പരിപാടിയാക്കി തരും. അങ്ങനെ ആയിരിക്കും എനിക്ക് കുറച്ച് ദേഷ്യം വരും കേട്ടോ. എന്തായാലും ദേഷ്യമൊക്കെ വരുമെങ്കിലും മഴ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് അലിയിച്ച് കളയും. എന്ത് രസമാണല്ലേ കാണാൻ. എത്ര പ്രായമായാലും നമുക്ക് കണ്ടാൽ മടുക്കാത്ത ചില കാഴ്ചകൾ ഇതൊക്കെയാണ്. മഴ, കടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ എൻ്റെ വീക്ക്ലി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ വീക്കിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നുള്ളത് ആസ് യൂഷ്വൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ വായിക്കുന്നുണ്ടായിരിക്കും. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.